സാഹചര്യവും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളെ എങ്ങനെ നേരിടാമെന്നതിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ രാജീവ് ജയദേവ് ചേരുകയാണ് തത്സമയം. ഡോക്ടർ രാജീവ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇനി ഒരു മഴക്കാലത്തിലേക്കാണ് പോകുന്നത്. വേനൽ മഴയുടെ ഒരു അവസാനം ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, പകർച്ചവ്യാധികളാണല്ലോ കൂടുതൽ. ഏതൊക്കെയാണ്, ഏത് തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമുക്ക് വേണം? പകർച്ചവ്യാധികളെ പറ്റി പറയുമ്പോൾ ഫ്ലഡിംഗ്, വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയും. എലിപ്പനി എന്നാൽ എലിയുടെയും മറ്റു ജീവികളുടെയും മൂത്രത്തിൽ നിന്നും വരുന്ന ബാക്ടീരിയ ഇവ ഈ അഴുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഉണ്ടാവുകയും നമ്മൾ അതിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ ചെറിയ മുറിവുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. ഈ മുറിവുകൾ വഴി ഈ ബാക്ടീരിയ ഉള്ളിൽ കടക്കുകയും നമ്മുടെ കരളിനെ കേടാക്കുക, വൃക്കകളെ കേടാക്കുക, അതുപോലെ മറ്റ് അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുക, മരണം വരുത്തിവെക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ്. കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ മരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു പകർച്ചവ്യാധി ഇത് തന്നെയാണ്. കാരണം ഇതിനെ പ്രതിരോധിക്കാൻ വഴികളുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാനും വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ എല്ലായിടത്തും ലഭ്യമാണ്. എന്നാൽ ഇതിനെ ചെറുക്കേണ്ട രീതിയിൽ ചെറുക്കുകയും അതുപോലെ തന്നെ ഇത് രോഗം സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, പനിയുള്ള വ്യക്തിക്ക് ലെപ്റ്റോസ്പൈറോസിസ് സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത മുൻനിർത്തി ചികിത്സ ഉടൻ തന്നെ തുടങ്ങുകയുമാണ് വേണ്ടത്. അപ്പോൾ വെള്ളക്കെട്ടുകളിൽ സ്ഥിരമായി എക്സ്പോഷർ ഉള്ളവർ സൂക്ഷിക്കുക. പ്രതിരോധ നടപടി എന്നാൽ അത് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മുൻകൂറായിട്ട് ഇവർക്ക് കഴിക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, സാധാരണഗതിയിൽ മഴക്കാലം അല്പ ദിവസങ്ങൾക്ക് ശേഷം ഡെങ്കിപ്പനിയുടെ സാധ്യത കാണുന്നത് ഉടനെയല്ല. കാരണം ഇപ്പോൾ ഫ്ലഡിങ്ങിന്റെ സമയമാണ്. ഈ സമയത്ത് അധികം കൊതുകുകളുടെ പ്രശ്നം ഉണ്ടാകാറില്ല. എങ്കിലും കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഈ കൊതുകുകൾ വിരിഞ്ഞു വരാൻ 12 ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം. അപ്പോൾ ഈ കൊതുകുകൾ വിരിഞ്ഞു വരുന്നതോടുകൂടി ഡെങ്കിപ്പനിയുടെ തീവ്രത കൂടാനും സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ജലസ്രോതസ്സുകളിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മലിനജലം ഒഴുകിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കേരളത്തിൽ ഓൾറെഡി നമുക്കറിയാം, മഞ്ഞപ്പിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിലും ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടിവെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഉള്ളത്. അതുപോലെ തന്നെ മഴവെള്ളം പുറത്തുള്ളപ്പോൾ ഓവർ ക്രൗഡിങ് ഉണ്ടാവുകയാണ്. ജനങ്ങൾ കൂടുതൽ മുറിക്കുള്ളിൽ തിങ്ങിക്കൂടുന്നതിനാൽ ചില റെസ്പിറേറ്ററി, അതായത് ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ, ഫ്ലൂ, കോവിഡ്, അതുപോലെ ജലദോഷം, അങ്ങനെ ട്യൂബർക്ലോസിസ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫംഗൽ ഡിസീസസ്, അതായത് നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചർമ്മത്തിൽ ഫംഗൽ ഡിസീസസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പകർച്ചവ്യാധികൾ. എന്നാൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ മാത്രമല്ല, മുങ്ങിമരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ജലസ്രോതസ്സുകൾ നിറയുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ചും കുളിക്കാൻ ടെംപ്റ്റഡ് ആകും, അവർ അതിൽ പോകാതിരിക്കാൻ. ട്രാഫിക് ആക്സിഡന്റ്സ് വളരെ കൂടുതലാണ്. ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ, അതുപോലെ മരം പിഴുതു വീഴൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ മഴക്കാലം വരുത്തി വെക്കാറുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, സ്കൂൾ തുറക്കുന്ന കാലം കൂടെയാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ. കൂടുതൽ രോഗങ്ങൾ പെട്ടെന്ന് പടരുന്ന ഒരു സമയത്ത് കുട്ടികൾ ഏത് രീതിയിൽ പ്രതിരോധിക്കണം? അതേപോലെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തോടെ കുട്ടികൾ സാധാരണ ഓടി വരികയൊക്കെ ചെയ്യുന്നത് പതിവാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളുടെയും ഒരു സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും ത്വക്ക് രോഗങ്ങൾ നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ മഴയത്ത് കുട്ടികൾ സ്കൂളിൽ പോയേ പറ്റൂ. അപ്പോൾ അവർ നനയുന്നത് സ്വാഭാവികമാണ്. അത് മുൻകൂറായി നമ്മളത് കണക്കിലെടുക്കണം. അവർ തിരികെ വീട്ടിലെത്തിയാൽ കാലും കൈയും വൃത്തിയായി, പ്രത്യേകിച്ചും കാൽപാദങ്ങളും കാൽവിരലുകളും അതിനിടയിലുള്ള വിടവുകളും എല്ലാം വൃത്തിയായി സോപ്പിട്ട് കഴുകി, സോപ്പിടുന്നതിന്റെ ഒരു പ്രത്യേകത അവിടെയുള്ള ഓർഗാനിക് റെസിഡ്യൂ എല്ലാം കഴുകി പോവുകയും രോഗാണുക്കളെ നിശേഷം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് സോപ്പ്. അതുകൊണ്ട് വെറും വെള്ളത്തിൽ കഴുകുന്നതിന് പകരം വീട്ടിൽ വന്നാൽ ഉടൻ തന്നെ കാല് സോപ്പ് വിട്ട് കഴുകിയതിനു ശേഷം അത് തുടച്ചുണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടുക്കാൻ സാധിക്കും. അതുപോലെ നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഇട്ട് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, സ്കൂളിലും മറ്റും. പക്ഷേ അത് പരമാവധി ഒഴിവാക്കുക. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറുക, ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ ധരിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് പല രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ശരി, വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ പ്രതികരിച്ചതിന്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ